ഈ ഹതഭാഗ്യരെടുത്ത വായ്പകളുണ്ട്. നിങ്ങൾ അപ്പൊ അവർക്ക് അത് തിരിച്ചടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ സാധാരണ ബാങ്കുകൾ സ്വീകരിക്കുന്ന കടത്തിന്റെ അവധി നീട്ടിക്കൊടുക്കലോ പലിശയിൽ ഇളവ് കൊടുക്കലോ ഒന്നും പരിഹാരമാവില്ല. ഇവിടെ ഇന്ന് ഒരു ബാങ്കിന് മുന്നിൽ വയനാട്ടിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഞങ്ങള് ആദ്യഘട്ടത്തില് ഈ ജീവിച്ചിരിക്കുന്നവർക്ക് ക്യാമ്പിലൊക്കെ കഴിയുന്നവര് അവർക്കൊരു ചെറിയ സഹായം എന്ന നിലക്ക് 10,000 രൂപ കൊടുക്കുക. ആകെ സഹായം അല്ലത്. ആദ്യഘട്ടത്തിലുള്ള ഒരു എന്തെങ്കിലും ചില്ലറ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അവർക്ക് അവരുടേതായ കയ്യിൽ ഒന്നും ഇല്ലാലോ, കയ്യിലൊന്നും ഇല്ലാലോ, ഒരു വസ്തു കയ്യിൽ ഇല്ലാത്തവരാണല്ലോ. അപ്പൊ 10,000 രൂപ കയ്യിൽ ഇരിക്കട്ടെ എന്നുള്ളൊരു മട്ടിലാണ് സർക്കാർ അതെടുത്തത്. ആ 10,000 കയ്യിൽ എല്ലാവരും കൊടുക്കുക. നിങ്ങൾ മുഖേനയാണല്ലോ, നിങ്ങൾ ഓരോ സ്ഥാപനവും മുഖേനയാണല്ലോ. അവിടെ ഗ്രാമീൺ ബാങ്കിന്റെ കയ്യിൽ എത്തിയപ്പോ അവര് എന്ന് പറയുന്ന ആൾക്കാണ് ഇത് കിട്ടേണ്ടതെങ്കിൽ ആ എയുടെ ബാധ്യത എവിടെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് ഇടക്കുക. ഞാനതിനെ വേറെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇതുപോലൊരു ഘട്ടത്തിൽ യാന്ത്രികമായി മാറാൻ ഒരു കാരണവശാലും പാടില്ല. അത് യാന്ത്രികമായ സമീപനത്തിന്റെ ഭാഗമായി സംഭവിച്ചതാണെന്നാണ് തോന്നുന്നത്. അപ്പോ നല്ല രീതിയിൽ നേരത്തെ SLBCയുടെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പ്രകടിപ്പിച്ച വികാരത്തിന്റെ ഭാഗമായി തന്നെ നിന്നുകൊണ്ട് ഈ ഒരു ഭാഗം കടം, ആ പ്രദേശത്തുള്ള കടം പൂർണ്ണമായി എഴുതിത്തള്ളുന്ന നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായും നിർദ്ദേശിക്കാനുള്ളത്.